നമസ്കാരം. പതിവ് പോലെയുള്ള ഒരു ബസ് യാത്രയാണ് കോഴിക്കോട് സ്വദേശി ദീപക് എന്ന യുവാവിന്റെ ജീവിതം മാറ്റിമറിച്ചത്. സമൂഹ മാധ്യമങ്ങളിലെ അവഹേളനത്തിനും വിചാരണയ്ക്കുമൊടുവിൽ ജീവിതം പാതിവഴിയിൽ അയാൾ അവസാനിപ്പിച്ചപ്പോൾ കേരള മനസാക്ഷി ഒന്നടങ്കം അയാൾക്കൊപ്പം നിന്നു. റീച്ച് കൂട്ടാനായി യുവതി മനഃപൂർവ്വം വീഡിയോ ചിത്രീകരിച്ചു എന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. പ്രതി ഷിംജിത മുസ്തഫ ബസ്സിൽ വെച്ച് 7 വീഡിയോകൾ ചിത്രീകരിച്ചു എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും നടന്നതായി കണ്ടെത്തിയിട്ടുമില്ല. കാലങ്ങളായി ബസ്സുകളിൽ സ്ത്രീകൾ അതിക്രമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചില കാമവെറിയന്മാരുടെ അത്തരം അതിക്രമങ്ങൾ നേരിടുന്ന യഥാർത്ഥ ഇരകളെ പോലും സംശയ നിഴലിലാക്കുന്നതാണ് ഷിംജിതയെ പോലുള്ളവരുടെ പ്രവൃത്തി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്വാഗതം പോലീസ് പെട്രോളിലേക്ക്. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ യുവതിയുടെ ആരോപണം തെറ്റെന്ന് റിമാൻഡ് റിപ്പോർട്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംഭവത്തെക്കുറിച്ച് യുവതി എവിടെയും പരാതി നൽകിയിരുന്നില്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ അറസ്റ്റിലായ ഷിംജിതയ്ക്ക് ജാമ്യം നൽകിയാൽ മറ്റ് സ്ത്രീകളും സമാന പ്രവർത്തികൾ ആവർത്തിച്ച് ആത്മഹത്യകളുണ്ടാകുമെന്ന വിവാദ പരാമർശവും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്ദമംഗലം കോടതി ശനിയാഴ്ച പരിഗണിക്കും. അതേസമയം റിമാൻഡിൽ തുടരുന്നതിനിടെ ഷിംജിതയും പോലീസിൽ പരാതി നൽകി. ബസ്സിൽ വെച്ച് ദീപക്കിൽ നിന്നും മോശം പെരുമാറ്റം നേരിട്ടുവെന്ന ഷിംജിതയുടെ ആരോപണം പൂർണ്ണമായി തള്ളുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ബസ്സിൽ വെച്ച് അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ബസ്സിൽ വെച്ച് ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7ഓളം വീഡിയോകളാണ് ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതായും കണ്ടെത്തി. ദുരനുഭവം നേരിട്ടെന്ന് പറയുന്ന പ്രതി താമസിക്കുന്ന വടകരയിലോ സംഭവം നടന്നു എന്ന് പറയുന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ അധികാരപ്പെട്ട നിയമകേന്ദ്രങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ല. സംഭവം നടന്നുവെന്ന് പറയുന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദീപക്കും പ്രതിയും ബസ്സിൽ കയറിയതായും അസ്വാഭാവികമായി യാതൊന്നും നടന്നിട്ടില്ലെന്നും ഇതിൽ വ്യക്തമാണ്. ശേഷം പ്രതിയും ദീപക്കും ബസ്സിൽ നിന്നിറങ്ങി നടന്നു പോകുന്നതാണ് CCTV ദൃശ്യത്തിലൂടെ വ്യക്തമായതെന്നും ഇത് സ്ഥിരീകരിക്കുന്നതാണ് ബസ് ജീവനക്കാരുടെ മൊഴിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തന്നെ ഷിംജിതയ്ക്ക് ജാമ്യം നൽകിയാൽ മറ്റു സ്ത്രീകളും ഇത്തരത്തിൽ പ്രതികരിച്ച് കൂടുതൽ പേർ ജീവനൊടുക്കിയേക്കാമെന്ന വിവാദ പരാമർശവും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ഷിംജിതയുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫോണിൽ നിന്നും കണ്ടെടുത്ത വിവാദ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതേസമയം തനിക്ക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന പ്രാഥമിക മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത. ദീപക് ലൈംഗിക അതിക്രമം നടത്തിയെന്നും തെളിവിനായാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്നും ഷിംജിത മൊഴി നൽകി. അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്ക് ബോധവൽക്കരണം എന്ന രീതിയിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ഷിംജിത മൊഴി നൽകി. കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഷിംജിതയുടെ ജാമ്യഹർജി ശനിയാഴ്ച പരിഗണിക്കും. ബസ്സിലെ അതിക്രമം സംബന്ധിച്ച് പയ്യന്നൂർ പോലീസിന് മെയിൽ മുഖേനയാണ് ഷിംജിത പരാതി നൽകിയത്. യുവതിക്ക് വേണ്ടി സഹോദരനാണ് പരാതി അയച്ചതെന്നാണ് വിവരം. ന്യൂസ് 18 കോഴിക്കോട്. എന്റെ മകളെ 25 ദിവസം ഉപയോഗിച്ച് ഉടുപ്പ് പോലെയാണ് എറിയുന്നത്. അപമാനഭാരം സഹിച്ചു മടുത്തു. തിരുവനന്തപുരം കമലേശ്വരത്ത് മകൾ ഗ്രീമയ്ക്കൊപ്പം ജീവനൊടുക്കിയ സജിത ബന്ധുക്കൾക്കയച്ച ആത്മഹത്യാക്കുറിപ്പിലെ വരികളാണിത്. 200 പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കളും നൽകി വിവാഹം നടത്തിയിട്ടും 1 മാസം മാത്രമാണ് ഗ്രീമയും ഭർത്താവ് ഉണ്ണികൃഷ്ണനും ഒരുമിച്ച് കഴിഞ്ഞു. സംഭവത്തിൽ ഉണ്ണികൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
വിദേശത്തേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. കമലേശ്വരം മാര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ 54 വയസ്സുള്ള SL സജിത, മകൾ 30-കാരിയായ ഗ്രീമ S രാജ് എന്നിവരെ ബുധനാഴ്ചയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് ഉത്തരവാദി ഗ്രീമയുടെ ഭർത്താവാണെന്ന കുറിപ്പ് എഴുതിവെച്ചാണ് ഇരുവരും ജീവനൊടുക്കിയത്. ഞാനും മകളും ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം ഗ്രീമയുടെ ഭർത്താവ് BM ഉണ്ണികൃഷ്ണൻ ആണെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. എന്റെ മകളെ 25 ദിവസം ഉപയോഗിച്ച ഉടുപ്പ് പോലെയാണ് എറിയുന്നത്. മോൾ കെഞ്ചി കരഞ്ഞിട്ടും അവന് വേണ്ട. പിരിയാൻ തക്ക കാരണങ്ങളൊന്നുമില്ല. അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ. മടുത്തു, മതിയായി എന്ന് കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. സയനൈഡ് കഴിച്ച് ജീവനൊടുക്കാൻ പോകുന്നുവെന്ന് കാട്ടി വാട്സപ്പിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കുറിപ്പ് അയക്കുകയും ചെയ്തു. ഗ്രീമയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഭർത്താവ് അമ്പലത്തറ പഴഞ്ചിറ സ്വദേശി ഉണ്ണികൃഷ്ണൻ അയർലൻഡിൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുകയാണെന്നാണ് വിവരം. ഗ്രീമ ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു. ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയിരുന്നു. അവിടെ വെച്ച് ഗ്രീമയും ഭർത്താവും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായും ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. വിവാഹത്തിന് ശേഷം 1 മാസം മാത്രമേ ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നുള്ളൂ. 200-ലധികം പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കളും നൽകിയാണ് വിവാഹം നടത്തിയിരുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്തിയാണ് പോലീസ് ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ വെച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സജിതയുടെ ഭർത്താവ് റിട്ടയർഡ് അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ N രാജീവ് 3 മാസം മുൻപാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെന്നും ഇവർക്ക് സയനൈഡ് കിട്ടിയത് എവിടെ നിന്നാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണെന്നും പൂന്തുറ CI പറഞ്ഞു. സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് ഭർത്താവ് ഗ്രീമയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നതടക്കം ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് മരുമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർതൃപിതാവ് വിഷം കഴിച്ചു മരിച്ചു. മരുമകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പലഞ്ചാത്തന്നൂർ നടക്കാവ് ശോഭന നിവാസിൽ രാധാകൃഷ്ണനാണ് ജീവനൊടുക്കിയത്. രാധാകൃഷ്ണന് കുറച്ചു ദിവസമായി മാനസിക അസ്വസ്ഥതകൾ ഉള്ളതായി ബന്ധുക്കൾ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. രാവിലെ 8-നും 8:30-ക്കുമിടയിലാണ് സംഭവം. വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്ന മരുമകൾ അമിതയുടെ പിറകിലൂടെ വന്ന രാധാകൃഷ്ണൻ കയ്യിൽ കരുതിയ വാളുപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് തടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് അമിതയുടെ കൈവിരലുകൾക്ക് മാത്രമാണ് സാരമായി പരിക്കേറ്റത്. കഴുത്തിലും നിസ്സാര പരിക്കേറ്റു. തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും അമിതയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. സംഭവത്തിന് ശേഷം അതേ വളപ്പിലെ പഴയ വീട്ടിൽ കയറി കതകടച്ചിരിക്കുകയായിരുന്നു രാധാകൃഷ്ണൻ. വീട്ടുകാരെത്തി ബലം പ്രയോഗിച്ച് കതക് തുറന്നു നോക്കിയപ്പോൾ അവശനിലയിൽ കിടക്കുന്ന രാധാകൃഷ്ണനെയാണ് കണ്ടത്. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ായ രാധാകൃഷ്ണന്റെ മകൻ അശോകന്റെ ഭാര്യയാണ് അമിത. രാധാകൃഷ്ണന് കഴിഞ്ഞ കുറച്ചു ദിവസമായി മാനസിക അസ്വസ്ഥതകൾ ഉള്ളതായി ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് കല്ലേക്കാട് +1 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആരോപണവുമായി കുടുംബം. മരിച്ച രുദ്ര രാജേഷ് സ്കൂളിൽ റാഗിങ്ങിന് ഇരയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കാൻ ശ്രമിച്ചതാണ് രുദ്രയുടെ മരണത്തിന് കാരണമെന്നാരോപിച്ച് പിതാവ് രാജേഷ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. അതേസമയം സ്കൂൾ അധികൃതർ ഈ ആരോപണം നിഷേധിക്കുകയാണ്. റാഗിംഗ് പരാതികൾ ലഭിച്ചിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിലെ +1 വിദ്യാർത്ഥിനിയായ രുദ്രയെ കഴിഞ്ഞ ദിവസം രാത്രി 9ഓടെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
ഹോസ്റ്റൽ മെസ്സിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ച് മടങ്ങിയെത്തിയ മറ്റ് വിദ്യാർത്ഥികളാണ് രുദ്രയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. ഒറ്റപ്പാലം വരോട് സ്വദേശികളായ രാജേഷിന്റെയും ശ്രീജയുടെയും മകളാണ് രുദ്ര. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കുടുംബം. മകൾ മരിച്ചത് സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് മൂലമാണെന്ന് അച്ഛൻ രാജേഷ് ആരോപിക്കുന്നു. ഹോസ്റ്റലിൽ കടുത്ത റാഗിംഗ് ആണെന്നും ഹോസ്റ്റൽ വാർഡനോട് റിപ്പോർട്ട് ചെയ്തിട്ട് നടപടിയൊന്നും എടുക്കുന്നില്ലെന്നും മകൾ പറഞ്ഞിരുന്നു. ഓടിപ്പോകുന്നതിനിടെ സീനിയർ വിദ്യാർത്ഥിയുടെ ദേഹത്ത് കൈതട്ടിയെന്നും അതിന് സോറി പറഞ്ഞില്ല എന്നതുമാണ് ഉപദ്രവിക്കുന്നതിന് കാരണമായി അറിയിച്ചത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ചൈൽഡ് ലൈനിനും പോലീസിനും കുടുംബം പരാതി നൽകി. മോൾക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് പാരൻസിനെ വിളിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കാറുള്ളത് കുട്ടികൾക്ക്. അപ്പോൾ വെള്ളിയാഴ്ച വിളിച്ചാൽ പറഞ്ഞു അച്ഛാ ഇവിടെ ഭയങ്കര റാഗിങ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹോസ്റ്റൽ വാർഡനോട് റിപ്പോർട്ട് ചെയ്തു, അവർ സീരിയസ് ആക്കി എടുക്കുന്നില്ല. അമ്മോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞു സംസാരിച്ചു. അപ്പോൾ അവൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഒക്കെ അതിന് ശേഷം ഞാൻ 21-ാം തീയതി ഉച്ചയ്ക്ക് ഇന്ത്യൻ ടൈം സംതിങ് ടൈമിൽ വിളിച്ച് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ആക്കിയോ ചോദിച്ചു. കുഴപ്പമില്ല, പ്രശ്നങ്ങൾ സോൾവ് ആക്കി, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്, എവറിത്തിങ് നോർമൽ എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈവനിങ്ങിലാണ് ഇങ്ങനെ മോള് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് ഇരുന്ന ടൈമിലാണ് ഇങ്ങനെ സൂസൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്നോട് റാഗിങ്ങിൻ്റെ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞു അച്ഛൻ ഇവിടെ ഭയങ്കരമായിട്ട് റാഗിങ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി പോകുമ്പോൾ അവിടെ സീനിയർ കുട്ടിയുടെ മേത്തുനിന്ന് കൈ തട്ടി, ഷോൾഡർ തട്ടി, അതിന് ഞാൻ സോറി പറഞ്ഞില്ല, അതിന് ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുക, അതിനെ അവർ അച്ഛനെ ഒരു തല്ലാൻ വരിക, മീൻസ് തല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ രുദ്രയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച് സ്കൂൾ അധികൃതർ രംഗത്തെത്തി. കുട്ടിയോ മാതാപിതാക്കളോ ഒരു പരാതി പോലും നൽകിയിട്ടില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ എ ചന്താമരാക്ഷൻ വ്യക്തമാക്കി. ചീഫ് വാർഡൻ എന്ന നിലയ്ക്ക് ഈ നിമിഷം വരെ കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ കുട്ടിയുടെ അമ്മയോ ഓവർ ഫോണിലൂടെയോ അല്ലെങ്കിൽ റിട്ടേണായിട്ടോ ഒരു കംപ്ലൈൻറ്റ് ആർക്കുണ്ട്. കുടുംബം നൽകിയ പരാതിയിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. രുദ്രയുടെ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പോളണ്ടിൽ നിന്ന് പിതാവ് നാട്ടിലെത്തിയ ശേഷമായിരിക്കും സംസ്കാരം. ന്യൂസ് 18 പാലക്കാട്. സ്വന്തം കുഞ്ഞിന്റെ ജീവനെടുക്കുക എന്ന കൊടും ക്രൂരതയ്ക്ക് എന്തു ശിക്ഷയാണ് പകരമാവുക? ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടി അമ്മ ശരണ്യ കടൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന 1.5 വയസ്സുകാരൻ വിയാൻ ഇന്നും കേരളത്തിൽ നൊമ്പരമാണ്. ആ കേസിൽ ശരണ്യയെ ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷിച്ചു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കുഞ്ഞുങ്ങളോടുള്ള അമ്മമാരുടെ സ്നേഹം അനന്തമാണെന്നും നിർഭാഗ്യവശാൽ ഇവിടെ അമ്മ സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതായും ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന വരികൾ ഉദ്ധരിച്ച് കോടതി പറഞ്ഞു. ഏറ്റവും ചെറിയ ശവപ്പെട്ടികൾക്കാണ് ഭാരം കൂടുതലെന്ന പരാമർശവും വിധിന്യായത്തിലുണ്ട്. ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടി 1.5 വയസ്സുകാരൻ വിയാനെ അമ്മ ശരണ്യ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ശരണ്യ കുറ്റക്കാരിയാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ആൺസുഹൃത്ത് നിതിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു. 2020 ഫെബ്രുവരി 17-നാണ് നാടിനെ നടുക്കിയ ക്രൂരത നടന്നത്. കുഞ്ഞിനെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോയെന്നും കൊലപ്പെടുത്തിയെന്നും വരുത്തി തീർക്കാനാണ് ശരണ്യ ശ്രമിച്ചിരുന്നത്. വിചാരണയ്ക്കിടെ കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജിൽ വെച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. ശരണ്യയ്ക്ക് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്ത് വിധിച്ചത്. പിഴത്തുകയായ 1 ലക്ഷം രൂപ കുഞ്ഞിൻ്റെ അച്ഛന് നൽകാനും കോടതി വിധിച്ചു. കുഞ്ഞുങ്ങളോടുള്ള അമ്മമാരുടെ സ്നേഹം അനന്തമാണെന്നും നിർഭാഗ്യവശാൽ ഇവിടെ അമ്മ സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതായും ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന വരികൾ ഉദ്ധരിച്ച് കോടതി പറഞ്ഞു. ഏറ്റവും ചെറിയ ശവപ്പെട്ടിക്കാണ് ഭാരം കൂടുതലെന്ന ഹൃദയഹാരിയായ പരാമർശവും വിധിന്യായത്തിലുണ്ട്. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ ഫൈനുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ആ 1 ലക്ഷം രൂപ ഈ ശരണ്യയുടെ, അതായത് 1-ാം പ്രതിയുടെ ഭർത്താവ് പ്രണവിന് കൊടുക്കാനാണ് കോടതി വിധിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ്, ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്നാണ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. കോടതി വിധി ഏതായാലും അംഗീകരിക്കും. ഫസ്റ്റ് പേജിൽ തന്നെ മധുസൂദനൻ നായരുടെ കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് സാറ് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്.
ഇതിനു മുമ്പേ മറ്റൊരു കേസിലും സാർ അത്തരത്തിലുള്ള കവിത ഇതാക്കിക്കൊണ്ട് തന്നെയാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും അതിനാൽ പരമാവധി ശിക്ഷ നൽകരുത് എന്നുമുള്ള വാദം അംഗീകരിച്ചാണ് കോടതി ശിക്ഷ ജീവപര്യന്തമാക്കിയതെന്നും പ്രതിഭാഗം വ്യക്തമാക്കി. സംഭവ ദിവസം ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുഞ്ഞിനെ അയാളുടെ അടുത്ത് കിടത്തി ഉറക്കി. പിന്നീട് പാൽ കൊടുക്കാൻ എന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയത്. തുടർന്ന് ഭർത്താവ് ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി കുഞ്ഞുമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് കൊല നടത്തിയത്. കടൽ തീരത്ത് കണ്ടെത്തിയ പൊട്ടിയ ചെരുപ്പും ശരണ്യയുടെ വസ്ത്രത്തിലെ ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യവും കേസിൽ നിർണായക തെളിവായി. കൊലപ്പെടുത്തുന്നതിന് മുൻപ് ശരണ്യ കുഞ്ഞിന് മുലപ്പാൽ നൽകിയിരുന്നതായും കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ശരണ്യയെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 കണ്ണൂർ. കാലമിത്ര പുരോഗമിച്ചിട്ടും അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകുന്നവർ നിരവധിയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ കൂടോത്രം ചെയ്ത സാധനങ്ങൾ വീട് മാറി നിക്ഷേപിച്ച മന്ത്രവാദിയുടെ സഹായി പിടിയിലായി. വീടും സ്വത്തും സ്വന്തം പേരിലാക്കിയ ഭാര്യയ്ക്കെതിരെ പ്രവാസിയായ ഭർത്താവാണ് കൂടോത്രം ചെയ്യാൻ ഏൽപ്പിച്ചതെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. സാധനങ്ങൾ നിക്ഷേപിക്കുന്നത് CCTVയിൽ കുടുങ്ങിയതോടെയാണ് കൂടോത്രം തിരിച്ചടിച്ചത്. പിടിയിലായ ആളെ പോലീസ് പിന്നീട് താക്കീത് ചെയ്ത് വിട്ടയച്ചു. ഗൾഫിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് നിർമ്മിച്ച വീടും സ്വത്തുമെല്ലാം ഭാര്യ സ്വന്തം പേരിലാക്കി. ഗാർഹികാതിക്രമത്തിന് പരാതി കൊടുത്തതോടെ വീട്ടിൽ കയറാൻ പറ്റാതായതാണ് ഭർത്താവ് കൂടോത്രത്തിന് പിന്നാലെ പോകാൻ കാരണമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. പക്ഷേ ഭർത്താവ് ഏൽപ്പിച്ച മന്ത്രവാദിയുടെ സഹായിക്ക് അല്പം തെറ്റിപ്പോയി. കൂടോത്ര സാധനങ്ങൾ നിക്ഷേപിച്ചത് മറ്റൊരു വീട്ടുപറമ്പിലാണ്. അതീവ രഹസ്യമായി ചെയ്തതാണെങ്കിലും മുകളിലിരുന്ന് ഒരാളെല്ലാം കാണുന്നുണ്ടായിരുന്നു. CCTV ക്യാമറ. താമരശ്ശേരി ചുങ്കം ചെക്ക് പോസ്റ്റിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടന്നത്. ചുടലമുക്ക് സ്വദേശിയായ യുവാവാണ് കുടുംബ പ്രശ്നം തീർക്കാൻ ഈങ്ങാപ്പുഴ കരികുളം സ്വദേശിയായ സുനിൽ എന്നയാളെ കൂടോത്രത്തിനായി സമീപിച്ചത്. ഉദ്ദേശിച്ച വീട് മാറി ചുങ്കം മുട്ടുകടവിലെ മറ്റൊരു വീട്ടിലാണ് കൂടോത്രമിടാൻ ആളെത്തിയത്. ഈ സമയം പ്രവാസിയായ വീട്ടുടമയുടെ ഭാര്യയും മകളും വീടിനകത്തുണ്ടായിരുന്നു. മുറ്റത്ത് ആരെയും കാണാതിരുന്നതോടെ ചാരിയിട്ട ഗേറ്റ് തുറന്ന് സമീപത്തെ തെങ്ങിൻ തൈക്ക് അരികിലെത്തി. കയ്യിൽ കരുതിയ കടലാസിൽ നിന്ന് എന്തോ പൊടിയും മറ്റും തെങ്ങിൻ തടത്തിലേക്ക് തട്ടി ധൃതിയിൽ മടങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സംഭവം ക്യാമറയിൽ കണ്ട വീട്ടമ്മയും മകളും കൂടി സ്കൂട്ടറിൽ പിന്തുടർന്ന് ചെക്ക് പോസ്റ്റിന് സമീപം ബസ് കയറാനായി നിൽക്കുന്ന ആളെ കണ്ടെത്തി. തുടർന്ന് നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഇയാളെ തടഞ്ഞുവെക്കുകയും താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി കൂടോത്രക്കാരനെ കസ്റ്റഡിയിലിരിക്കുകയുമായിരുന്നു. അപ്പോഴാണ് ഏൽപ്പിച്ച വീട് മാറിപ്പോയതാണെന്ന് ഇയാൾ പറയുന്നത്. കൂടോത്രം ചെയ്യാൻ ഏൽപ്പിച്ച യുവാവിനെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം കൂടുതൽ വ്യക്തമാകുന്നത്. ഇതോടെ പിടിയിലായ ആളെ പോലീസ് താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പിഞ്ചു കുട്ടികളെ പോലും കാമക്കണ്ണുകളോടെ നോക്കുന്നവരുടെ എണ്ണം സമൂഹത്തിൽ ഏറുകയാണ്. കുട്ടികളുടേതുൾപ്പെടെയുള്ള അശ്ലീല വീഡിയോകൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ വഴി വിപണനം നടത്തിവന്ന യുവാവിനെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി സഫ്വാനാണ് പിടിയിലായത്. സൈബർ സംഘം നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിലാണ് പ്രതി വലയിലായത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിൽ രഹസ്യ ഗ്രൂപ്പുകളും ചാനലുകളും നിർമ്മിച്ച് അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു സഫ്വാന്റെ രീതി. ഇതുവഴി വലിയ രീതിയിൽ സാമ്പത്തിക ലാഭമാണ് ഇയാൾ ഉണ്ടാക്കിയിരുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP അഷാദേസിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന 2 മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മുമ്പ് കഞ്ചാവ് കേസിലും പ്രതിയായിട്ടുള്ള സഫ്വാനെതിരെ പോക്സോ IT ആക്ട് വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി നിരീക്ഷണം ശക്തമാക്കിയതായും ഇത്തരം സംഘങ്ങളെ കണ്ടെത്താൻ അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു.
ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം നെടുമങ്ങാട് തിയേറ്ററിൽ സീറ്റിൽ ചവിട്ടരുതെന്ന് ആവശ്യപ്പെട്ടതിന് തിയേറ്റർ ജീവനക്കാരനും മർദ്ദനം. സൂര്യ തിയേറ്റർ ജീവനക്കാരൻ അനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. നെടുമങ്ങാട് സ്വദേശി റാഫിക്കെതിരെയാണ് പരാതി. തിയേറ്റർ ജീവനക്കാരന്റെ പരാതിയിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് സൂര്യ തിയേറ്ററിൽ മാറ്റിനി ഷോ നടക്കുമ്പോഴായിരുന്നു സംഭവം. സിനിമയ്ക്കെത്തിയവർക്ക് സീറ്റ് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ മുൻവശത്തെ സീറ്റിൽ ചവിട്ടിയിരുന്ന നെടുമങ്ങാട് സ്വദേശി റാഫിയോട് കാൽ മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനം. കാൽ മാറ്റാൻ പറഞ്ഞത് വകവയ്ക്കാതെ റാഫി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് അനിൽകുമാറിന്റെ പരാതിയിൽ പറയുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ അനിൽകുമാർ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇയാളുടെ പരാതിയിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 നെടുമങ്ങാട്. കൊല്ലം പത്തനാപുരത്ത് പോലീസ് വാഹനം ഇടിച്ചു തകർത്ത ശേഷം രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പത്തനാപുരം സ്വദേശി ദേവൻ എന്ന സജീവിനെയാണ് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് പിടികൂടിയത്. നിരവധി നായ്ക്കളുടെ കാവലിൽ മാന്തോട്ടത്തിലെ കാവൽപുരയിൽ ഉറങ്ങുകയായിരുന്ന ദേവനെ അതിസാഹസികമായിട്ടാണ് പിടികൂടിയതെന്ന് പത്തനാപുരം പോലീസ് പറഞ്ഞു. പിതൃ സഹോദരപുത്രനായ ക്ഷേത്രം പ്രസിഡന്റുമായി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സജീവ് തന്റെ ജീപ്പിൽ നായയുമായി ക്ഷേത്രത്തിലെത്തി തർക്കമുണ്ടാക്കുകയായിരുന്നു. പോലീസ് മടക്കി അയച്ചെങ്കിലും പിന്നീട് മാരകായുധങ്ങളുമായി ഇയാൾ വീണ്ടും എത്തി. സമീപത്തെ പുരയിടത്തിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങൾ തകർത്ത സജീവ് തന്റെ ജീപ്പെടുത്തു പോകാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് എത്തിയത്. തുടർന്ന് പോലീസ് ജീപ്പ് ഇടിച്ചു തകർത്ത് രക്ഷപ്പെടുകയായിരുന്നു. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും പുലർച്ചെ 3 മണിയോടെയാണ് പത്തനാപുരം CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ ജീപ്പ് മൂവാറ്റുപുഴയിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടത്. ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതിനാൽ പ്രതിയെ കണ്ടെത്താൻ പോലീസ് ബുദ്ധിമുട്ടി. സജീവിനെ സഹായിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ തെങ്കാശിയിലുള്ള മാന്തോപ്പിൽ പ്രതിയുണ്ടെന്ന് കണ്ടെത്തി. നിരവധി നായ്ക്കളുടെ കാവലിൽ മാന്തോപ്പിൽ കിടന്നുറങ്ങുകയായിരുന്ന പ്രതിയെ അതിസാഹസികമായാണ് പിടികൂടിയത്. നായ്ക്കളെ മറികടന്ന് കാവൽപുരയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് പ്രതിയെ പിടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സജീവിനെ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. SHO R ബിജു, സബ് ഇൻസ്പെക്ടർ ഷാനവാസ്, അക്ഷയ്, വിഷ്ണു ഗോപൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 പുനലൂർ. സംസ്ഥാനത്ത് പലയിടത്തും മോഷണശല്യം വ്യാപകമാണ്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ വീട് കുത്തിത്തുറന്ന് കവർച്ച നടത്തി. 1 മാസത്തിനിടയിൽ വെള്ളറട സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന 5ാമത്തെ മോഷണമാണിത്. കൊല്ലം കൊട്ടിയം തഴുത്തലിൽ ക്ഷേത്രവഞ്ചി കുത്തിത്തുറന്ന് പണം കവർന്നു. 2 കേസുകളിലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന അതിർത്തിയായ വെള്ളറടയിലെ പനച്ചുമൂട് ഫിഫ മൻസിൽ ഷംനാദിന്റെ വീട് കുത്തിത്തുറന്നാണ് കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയത്. ഷംനാദ് കുടുംബസമേതം വിദേശത്താണ്. വീട് സൂക്ഷിക്കുന്ന ബന്ധു പതിവ് പോലെ രാവിലെ അടിച്ചുവാരാനെത്തിയപ്പോൾ വീടിന്റെ മുൻവാതിൽ തകർത്ത നിലയിൽ കാണുകയായിരുന്നു. കമ്പിപ്പാറ കൊണ്ട് മുൻവാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് അലമാരകളുടെ പൂട്ട് തകർത്തിട്ടുണ്ട്. വീട്ടിൽ CCTV ഉണ്ടെങ്കിലും
വൈദ്യുതി വിച്ഛേദിച്ച നിലയിലായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ ഒന്നും നഷ്ടമായിട്ടില്ല എന്നാണ് വിവരം. വെള്ളറട ചാരുംകുഴിയിലെ 2 കടകൾ കുത്തിത്തുറന്ന് DVR ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. കൂവക്കരയിലെ റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ വീട്ടിലും കത്തിപ്പാറ ജോണിന്റെ കടയിലും കുന്നത്തുകാൽ ചന്ദ്രന്റെ വീട്ടിലും ഉൾപ്പെടെ നടന്ന മോഷണത്തിൽ കള്ളനെ പോലീസ് തിരയുമ്പോഴാണ് വീണ്ടും കവർച്ച നടന്നത്. സംഭവത്തിൽ വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം കൊട്ടിയം തഴുത്തല മുരുക്കുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് മോഷണം നടന്നത്. പുലർച്ചെ 5 മണിയോടെ നട തുറക്കാനെത്തിയ ക്ഷേത്രം മേൽശാന്തിയാണ് മോഷണ വിവരം അറിയുന്നത്. ഉപദേവതാ ക്ഷേത്രം തുറക്കുന്നതിനായി എത്തിയപ്പോൾ കഥകിളകിയ നിലയിൽ കാണുകയായിരുന്നു. രാവിലെ വന്ന് അമ്പലം തുറക്കാൻ അവളൊക്കെ എത്തിച്ച് അമ്പലം തുറന്നു. 3 അമ്പലം തുറന്നു. അപ്പോൾ 4ാമത്തെ അമ്പലം തുറക്കാൻ ചെന്നപ്പം പൂട്ട് തുറക്കുമ്പോൾ കഥവിനൊരു വ്യത്യാസം. അപ്പം നോക്കിയപ്പോൾ കാണാൻ കഥവ് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ വന്ന് വഞ്ചിയൊക്കെ നോക്കുമ്പോൾ വഞ്ചിയെല്ലാം തുറന്നു നടക്കും. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 20,000 രൂപയോളം നഷ്ടപ്പെട്ടതായും ശ്രീകോവിലിനുള്ളിലേക്ക് മോഷ്ടാവിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കി. സമീപത്തെ മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച വിളക്ക്, തട്ടം, ദേവന്റെ പ്രഭ എന്നിവ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെയ്യാറ്റിൻകര, കൊല്ലം.